Inline checker, occasional theory, രണ്ടാം വർഷ ക്ലാസ് വീഡിയോ വോളിയം നമ്പർ 5. Quality check in garment cutting. ഗാർമെന്റ് കട്ടിങ്ങിൽ ഗുണനിലവാര പരിശോധന. Bundling. Most of the sewing rooms use bundling system, where small batches of garments move from one workstation to another in a controlled manner. In order to prepare the cut work, it is essential for the operators to be able to identify each pile. മിക്ക തയ്യൽ മുറികളിലും ബണ്ടിലിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നു. അവിടെ ചെറിയ ബാച്ച് ഗാർമെന്റ്സ് ഒരു വർക്ക് സ്റ്റേഷനിൽ നിന്ന് മറ്റൊന്നിലേക്ക് നിയന്ത്രിതമായി നീങ്ങുന്നു. കട്ട് വർക്ക് തയ്യാറാക്കാൻ ഓപ്പറേറ്റർമാർക്ക് ഓരോ ബണ്ടിലും തിരിച്ചറിയാൻ കഴിയേണ്ടത് അത്യാവശ്യമാണ്. Next, shade separation. Shade variation in fabric roll is common. However, within the batch of cut components, there are likely to be shade differences. It can be ensured in cutting sections by inserting tissue paper between every piece. ഷെയ്ഡ് വേർതിരിക്കൽ. ഫാബ്രിക് റോളിൽ ഷെയ്ഡ് വ്യത്യാസം സാധാരണമാണ്. എന്നിരുന്നാലും കട്ട് ചെയ്തു വെച്ച ഘടകങ്ങളുടെ ബാച്ചിനുള്ളിൽ ഷെയ്ഡ് വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓരോ കട്ട് അല്ലെങ്കിൽ ഫാബ്രിക്കിനും ഇടയിൽ ടിഷ്യൂ പേപ്പർ തിരുകിക്കൊണ്ട് കട്ടിംഗ് സെക്ഷനുകളിൽ ഷെയ്ഡ് വ്യത്യാസമുള്ളത് വേർതിരിക്കാനാകും. ക്വാളിറ്റി ചെക്ക് in garment cutting. കട്ടിങ്ങിലുള്ള ഗാർമെന്റിന്റെ കട്ടിംഗ് ഫേസിലുള്ള ക്വാളിറ്റി കൺട്രോളിന്റെ തുടർന്നുള്ള പോയിന്റുകൾ. Indication of the face side of the fabrics. Few fabrics have noticeable difference between face and back, which does not pose any problem for machinists to identify it. Right side identification may use SOBAR tickets, whereby ply number is always positioned on the fabric face. അതായത് തുണിത്തരങ്ങൾക്ക് സാധാരണയായി ചില തുണിത്തരങ്ങൾക്ക് മുഖവശവും പിൻവശവും ഉണ്ടാവും. ഫേസ് ആൻഡ് ബാക്ക് എന്ന് പറയും. കുറച്ച് തുണിത്തരങ്ങൾക്ക് ഫേസും ബാക്കും തമ്മിൽ അല്ലെങ്കിൽ അതിന്റെ മുൻഭാഗവും പിൻഭാഗവും തമ്മിൽ ശ്രദ്ധേയമായ വ്യത്യാസമുണ്ട്. ഇത് തിരിച്ചറിയാൻ തയ്യൽക്കാർക്ക് ഒരു പ്രശ്നവുമില്ല.
വലതുവശത്തെ തിരിച്ചറിയാൻ സോബാർ ടിക്കറ്റുകൾ ഉപയോഗിച്ചേക്കാം. അതിലൂടെ പ്ലൈ നമ്പർ എല്ലായ്പ്പോഴും ഫാബ്രിക് ഫേസിൽ സ്ഥാപിച്ചിരിക്കുന്നു. Next is work ticketing. Whenever bundling system is used, it should be accompanied by work tickets or bundle tickets. It gives fundamental information about the work, such as the style number, the size of the garment, the number of garments in the bundle, and the date issued. Work tickets are usually created on site once the outcome of the spreading or cutting is known. വർക്ക് ടിക്കറ്റിംഗ് എന്ന് പറയുന്ന സിസ്റ്റം മറ്റൊരു ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റമാണ്. ബണ്ടിലിംഗ് സിസ്റ്റം ഉപയോഗിക്കുമ്പോഴെല്ലാം അതിനൊപ്പം വർക്ക് ടിക്കറ്റുകളോ അല്ലെങ്കിൽ ബണ്ടിൽ ടിക്കറ്റുകളോ ഉണ്ടായിരിക്കണം. ഇതൊരു ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു കടലാസാണ്. ഇതിൽ സ്റ്റൈൽ നമ്പർ, ഗാർമെന്റിന്റെ വലിപ്പം, ബണ്ടിലിലെ ഗാർമെന്റുകളുടെ എണ്ണം, ഇഷ്യൂ ചെയ്ത തീയതി എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ സൂയിങ്കാർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. സ്പ്രെഡിംഗ് അല്ലെങ്കിൽ കട്ടിംഗ് കഴിഞ്ഞാൽ സാധാരണയായി വർക്ക് ടിക്കറ്റുകൾ ആ സൈറ്റിൽ തന്നെ വെച്ച് ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് ഈസ് കട്ടിംഗ് ഡിഫക്ട്സ്. കട്ടിങ്ങിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ അല്ലെങ്കിൽ ഡിഫക്റ്റുകൾ എന്തൊക്കെയാണ് സാധ്യതയുള്ളത്? മാർക്കർ ഓർ പെർഫോറേറ്റർ not stapled or stenciled on lay to catch both edges, causing parts to miss in cutting. The lay is too tight or loose, distorting dimensions of garment. Perforated stencil not powdered or inked sufficiently to show distinct lines, notches and punch marks. മാർക്കർ അല്ലെങ്കിൽ പെർഫോറേറ്റഡ് കാരണം ഉണ്ടാകുന്ന വൈകല്യങ്ങൾ. രണ്ടറ്റങ്ങൾ, തുണിയുടെ ഫാബ്രിക്കിന്റെ ലേയുടെ രണ്ടറ്റങ്ങൾ തമ്മിൽ പിടിപ്പിക്കുന്നതിനായി ലേയിൽ സ്റ്റേപ്പിൾ ചെയ്യുകയോ സ്റ്റെൻസിൽ വയ്ക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ കട്ടിംഗ് ചെയ്യുമ്പോൾ ഭാഗങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഫാബ്രിക് ലേ വളരെ ഇറുകിയതോ വളരെ അയഞ്ഞതോ ആയി കിടക്കുകയാണെങ്കിലും കട്ടിങ്ങിൽ അപാകത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സുഷിരങ്ങളുള്ള സ്റ്റെൻസിൽ പൗഡർ ചെയ്യുകയോ മഷി പുരട്ടുകയോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വ്യത്യസ്ത വരികളും നോട്ടുകളും പഞ്ച് മാർക്കുകളും തിരിച്ചറിയാൻ സാധിക്കുകയില്ല. Next, misplaced piece rate tickets or bundle numbers attached to or marked on wrong bundles, causing mixed sizes and or shades. തെറ്റായ പീസ് റേറ്റ് ടിക്കറ്റുകൾ അല്ലെങ്കിൽ ബണ്ടിൽ ടിക്കറ്റുകൾ മിക്സ്ഡ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പല രീതിയിലുള്ള കമ്പോണൻസ് തമ്മിൽ കൂട്ടിക്കലരാൻ സാധ്യത വരുത്തുന്നു. തെറ്റായ ബണ്ടിലുകൾ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അടയാളപ്പെടുത്തുകയാണെങ്കിൽ, തെറ്റായിട്ട് ബണ്ടിൽ ടിക്കറ്റിൽ അടയാളപ്പെടുത്തുകയാണെങ്കിൽ സൈസുകൾ അല്ലെങ്കിൽ
ഷെയ്ഡുകൾ തമ്മിൽ മിക്സപ്പ് ആവാൻ കൂട്ടിക്കലരാൻ സാധ്യതയുണ്ട്. ഇത് ഗാർമെന്റിൽ ഡിഫക്റ്റുകൾ വരുത്തിവെക്കുന്നു. നെക്സ്റ്റ് ഈസ് ഡ്രിൽ മാർക്സ്. Drill marks misplaced or not perpendicular or omitted or wrong side drill is used. ഡ്രിൽ മാർക്കുകൾ തെറ്റിപ്പോയതോ ലംബമായിട്ടല്ലാത്തതോ ഒഴിവാക്കുകയോ തെറ്റായ സൈസ് ഡ്രിൽ ഉപയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കട്ട് കമ്പോണൻസിൽ അപാകത ഉണ്ടാക്കുന്നു. Next is opening slits. Cut under or above the side or at an incorrect angle. Not cut through the entire bundle or omitted. അതായത് ശരിയായ അല്ലെങ്കിൽ തെറ്റായ കോണിൽ മുറിക്കുകയോ അല്ലെങ്കിൽ താഴേക്കോ മുകളിലേക്കോ വശത്തേക്കോ അല്ല തെറ്റായ കോണിൽ മുറിക്കുകയാണെങ്കിൽ കട്ട് കമ്പോണൻസ് ശരിയായി വരികയില്ല. അല്ലെങ്കിൽ മുഴുവൻ ഫാബ്രിക് ബണ്ടിലും കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരു ലേയിൽ വെച്ചിരിക്കുന്ന അത്രയും തുണികൾ പൂർണ്ണമായിട്ട് കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കട്ട് കമ്പോണൻസിൽ വൈകല്യങ്ങൾ അല്ലെങ്കിൽ വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. Next is shade marking defects. ഷെയ്ഡ് മാർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ എന്തൊക്കെയാണ്? പെൻസിൽ ഓർ മെഷീൻ മാർക്കിംഗ്, ടു ഡാർക്ക്, ടു ലൈറ്റ്, bleeding through, not legible or marked on wrong side. വളരെ ഇരുണ്ടതും അല്ലെങ്കിൽ തെളിച്ചം കുറവുള്ളതും മഷി പടർന്നതോ വ്യക്തമല്ലാത്തതോ തെറ്റായ ഭാഗത്ത് അടയാളപ്പെടുത്തിയതായത് ഡിഫക്റ്റായിട്ട് പരിണാമപ്പെടുന്നതാണ്. Stains. Ink stains from stamping or pin ticket machines. Stains അല്ലെങ്കിൽ കറ സ്റ്റാമ്പിംഗ് അല്ലെങ്കിൽ പിൻ ടിക്കറ്റ് മെഷീനുകളിൽ നിന്നുള്ള മഷിപ്പാടുകൾ ആണ് ഇങ്ക് സ്റ്റെയിൻസ് എന്ന് പറയുന്നത്. ഇത് ഗാർമെന്റിൽ അപാകതയായിട്ട് വരുന്നതാണ്. തെർമോപ്ലൈ ഓർ പിൻ ടിക്കറ്റ് മാർക്കിംഗ്. തെർമോപ്ലൈ അല്ലെങ്കിൽ പിൻ ടിക്കറ്റ് അടയാളപ്പെടുത്തൽ. ഇവ തെറ്റായി സ്ഥാപിക്കുകയോ അടയാളപ്പെടുത്തുകയോ ചെയ്താൽ അത് ഷെയ്ഡ് മാർക്കിംഗ് വൈകല്യമായിട്ട് കണക്കാക്കാവുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ പരിണമിക്കുന്നതാണ്. Next is take-off and bundling defects. ടേക്ക്-ഓഫും ബണ്ടിലിംഗും കൊണ്ടുണ്ടാകുന്ന വൈകല്യങ്ങൾ. Not stacked in numerical order. Bundle numbers not in order on rack, skid or box. ബണ്ടിലുകൾ സംഖ്യാക്രമത്തിൽ അടുക്കിയിട്ടില്ലെങ്കിൽ അത് വൈകല്യമായിട്ട് കൂട്ടാവുന്നതാണ്. റാക്ക് അല്ലെങ്കിൽ റാക്ക്, സ്കിഡ് അല്ലെങ്കിൽ ബോക്സ് എന്നിവയിൽ ബണ്ടിൽ നമ്പറുകൾ സംഖ്യാക്രമത്തിൽ അല്ലെങ്കിൽ അത് ബണ്ടിലിംഗ് ഡിഫക്റ്റ് ആയിട്ട് കൂട്ടാവുന്നതാണ്.
matching linings, matching wrong size or wrong material. പൊരുത്തപ്പെടുന്ന ലൈനിങ്ങുകൾ, അതായത് തെറ്റായ വലിപ്പമോ തെറ്റായ മെറ്റീരിയലോ മാച്ച് ചെയ്ത് ബണ്ടിൽ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അത് ബണ്ടിലിംഗ് ഡിഫക്റ്റ് ആണ്. ക്വാളിറ്റി കൺട്രോൾ ഇൻ കട്ടിംഗ്. കട്ടിംഗ് വിഭാഗത്തിലെ ഗുണനിലവാരം ഉറപ്പുവരുത്തൽ അല്ലെങ്കിൽ നിലനിർത്തൽ. Cutting section is a ground to keep garment quality. ഗാർമെന്റ്സിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കട്ടിംഗ് വിഭാഗം. "100% cut panel inspection is required to demolish defective items." കേടായ ഇനങ്ങൾ അല്ലെങ്കിൽ ഡിഫക്റ്റീവ് പാർട്സ് ഇല്ലാതാക്കാൻ 100% കട്ട് പാനൽ പരിശോധന ആവശ്യമാണ്. കട്ട് ചെയ്ത ഭാഗങ്ങളിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് ഗാർമെന്റിന്റെ ഗുണനിലവാരത്തെ നേരിട്ട് ബാധിക്കും. അത് ഒഴിവാക്കാനാണ് 100% കട്ട് ചെയ്ത ഘടകങ്ങൾ പരിശോധിക്കുന്നത്. It would be better if defective items are identified and rectified at an early stage than found in the final stage. Hence, manufacturers set quality checkpoints at the end of each stage to ensure that only good quality items pass to the next stage. അതായത് ഒരു ഗാർമെന്റ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ട് അതിൻ്റെ അവസാന ഘട്ടത്തിൽ വൈകല്യമുള്ളതല്ലെങ്കിൽ ഡിഫക്റ്റീവായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ അത് നമുക്ക് റിജക്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ തിരസ്കരിക്കേണ്ടി വരും. അപ്പോൾ അവസാന ഘട്ടത്തിൽ കണ്ടെത്തുന്നതിനേക്കാൾ വൈകല്യമുള്ള അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ഉള്ള ഇനങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി തിരുത്തുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ചെലവും കുറയ്ക്കാൻ സാധിക്കും, പൂർണ്ണമായി ഉൽപ്പാദിപ്പിക്കുന്നതിന് മുമ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ. അതിനാൽ ഓരോ ഘട്ടത്തിലും അടുത്ത ഘട്ടത്തിലേക്ക് നല്ല നിലവാരമുള്ള ഇനങ്ങൾ മാത്രം കടന്നു പോകുന്നുവെന്ന് ഉറപ്പുവരുത്തുവാൻ മാനുഫാക്ചറേഴ്സ്, അതായത് ഗാർമെന്റ് മാനുഫാക്ചറേഴ്സ്, നിർമ്മാതാക്കൾ ഓരോ ഘട്ടത്തിൻ്റെയും അവസാനം, അതായത് സ്പ്രെഡിങ്ങിന് ശേഷം അല്ലെങ്കിൽ കട്ടിങ്ങിന് ശേഷം അല്ലെങ്കിൽ ബണ്ടിലിങ്ങിന് ശേഷം അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിന് ശേഷം ഡൈയിങ്ങിന് ശേഷമൊക്കെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനുള്ള പോയിന്റുകൾ സജ്ജമാക്കിയിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഗുണനിലവാരമുള്ള വസ്തുക്കൾ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു പോകുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തിയാൽ അവസാനം ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഗാർമെന്റ് വൈകല്യമില്ലാത്തതായിരിക്കും, അല്ലെങ്കിൽ ഡിഫക്റ്റ് ഫ്രീ ആയിരിക്കും. അതാണ് ക്വാളിറ്റി കൺട്രോളിൻ്റെ
പ്രാധാന്യം അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഇൻസ്പെക്ടറുടെ ഉത്തരവാദിത്വവും ഏകദേശം ഇത് തന്നെയാണ്.